വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. അമിത് ബാബു ചാരു ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സെറ്റ് ചെയ്തു April 1, 2015 ആൻഡ് ദേ കോൺട്രിബ്യൂട്ടഡ് 50,000, 40,000, 30,000. ഇതെന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റലാണ്. അതാദ്യം നമുക്ക് മനസ്സിൽ വേണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളത്. ആൻഡ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. ഓക്കെ, അമിത്തിന് സാലറി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേണം സാലറി ഉണ്ട് 1000 പെർ മന്ത് ആണ്. നമ്മളിത് വർഷത്തിൻ്റെ അവസാനത്തിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ പെർ മന്തിന് എന്ത് ചെയ്യണം? ×12 ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബാബുവിന് എന്ത് കൊടുക്കണം? കമ്മീഷൻ കൊടുക്കണം. കമ്മീഷൻ എത്ര രൂപയാണ്? 5,000 റുപ്പീസാണ് കൊടുക്കേണ്ടത്. അത് 4 ഇയറിലേക്കാണെന്ന് വിചാരിക്കാം. Then interest to be allowed on capital 6%. Interest on capital 6% വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡ്രോയിങ്സ് ഉണ്ട് 6,000, 4,000 ആൻഡ് 2,000. ഡ്രോയിങ്സ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്തോളാം? അത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞോളാം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡ്രോയിങ്സ് നമ്മൾ എഴുതേയില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തരും, പക്ഷെ നമ്മൾ അത് എഴുതില്ല. അതുകൊണ്ട് അതങ്ങോട്ട് വെട്ടിക്കളഞ്ഞോളാം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത് 270, അമിത്തിൻ്റേത് 180, അമിത്തിൻ്റേത് 270, ബാബുവിൻ്റെ 180, ചാരുവിൻ്റെ 90 റുപ്പീസാണ്. ദെൻ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 35,660 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നെറ്റ് പ്രോഫിറ്റിൽ നിന്നായിരിക്കണം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് ആ നെറ്റ് പ്രോഫിറ്റ് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. അപ്പോൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ 35,660 ഇവിടേക്ക് എഴുതി. ഓക്കെ, അത് ഡിവൈഡ് ചെയ്യുന്നു വേണ്ട, അത് ഫുള്ളായിട്ട് നമ്മൾ അവിടേക്ക് എഴുതി. പിന്നെ നമ്മുടെ മനസ്സിൽ വേണം, പിന്നെ ഒരേ ഒരു കാര്യം കൂടിയേ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് സൈഡിൽ എഴുതുള്ളൂ. അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രം ക്രെഡിറ്റ് സൈഡിൽ വരാം. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 270, 180 ആൻഡ് 90 ആണ്. അത് അങ്ങോട്ട് നമ്മൾ എടുത്ത് എഴുതിക്കോളാം. അമിത് 270, ബാബു 180, ചാരു 90, ദെൻ അതിൻ്റെ ടോട്ടൽ 540 എന്നുള്ളത് നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതി. ഓക്കെ, പിന്നെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതിക്കോളാം. അതായത് സാലറി അല്ലേ, സാലറി കിട്ടുന്നതാണ് 1000 × 12, 12,000 അമിത്തിന് സാലറി. അപ്പോൾ എന്ത് ചെയ്യുക? അമിത് സാലറി 12,000 എന്ന് പറഞ്ഞിട്ട് അത് എഴുതിക്കോളാം. ദെൻ ബാബുവിന് കമ്മീഷൻ ഉണ്ടല്ലോ 5,000, അത് നമ്മൾ എഴുതി. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. അവരുടെ ക്യാപിറ്റൽ 50,000, 40,000 ആൻഡ് 30,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 5,000 × 6, 50,000 × 6%, 40,000 × 6% ആൻഡ് 30,000 × 6% കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3,000, 2,400, 1,800 എന്ന് പറഞ്ഞും കിട്ടും. അതും കൂടി എഴുതാം. അപ്പോൾ ടോട്ടൽ 7,200. ഓക്കെ, അത്ര എഴുതിക്കേണ്ട ജസ്റ്റ് ബാലൻസ് ചെയ്യാം. 36,200 ഇവിടെ, ദെൻ ഇവിടെ 36,200 എഴുതി. ദെൻ അതിൽ നിന്ന് ഇതുവരെയുള്ള എല്ലാ എമൗണ്ട്സും കുറച്ച് കഴിയുമ്പോൾ ഡിഫറൻസ് 12,000 കിട്ടി. ഇതെന്ന് പറയുന്നതാണ് ശരിക്കുള്ള പ്രോഫിറ്റ്. പാർട്ട്നർഷിപ്പ് കിട്ടാനുള്ളതും അവർക്ക് കൊടുക്കാനുള്ളതും എല്ലാം കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് 12,000. ഇതാണ് അവർക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ടുള്ള 3:2:1 കിട്ടാം. അതായത് 3:2:1 എന്ന് പറഞ്ഞാൽ 3 + 2 5, 5 + 1 6 അല്ലേ. അപ്പോൾ 3/6, 2/6, 1/6 ഇങ്ങനെയാണ് വരാം. അപ്പോൾ ഈ 12,000-നെ × 3/6 ചെയ്യുമ്പോഴാണ് 12,000 × 3/6 ചെയ്യുമ്പോഴാണ് 6,000 കിട്ടുക. 12,000 × 2/6 ചെയ്യുമ്പോഴാണ് 4,000 കിട്ടുക. 12,000 × 1/6 ചെയ്യുമ്പോഴാണ് 2,000 കിട്ടുക. അതും കൂടി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ കംപ്ലീറ്റ് ആയി. ഈസി ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്